ബോണസ് ആൻഡ് നോ ക്ലെയിം ബോണസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് ചർച്ച ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് ഈ ബോണസും നോ ക്ലെയിം ബോണസ്. ഈ നോ ക്ലെയിം ബോണസ് എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് ഒരു ക്ലെയിം ഇല്ല എങ്കിൽ കിട്ടുന്നതിനെയാണ് നോ ക്ലെയിം ബോണസ്. നോ ക്ലെയിം, അപ്പോൾ ക്ലെയിം ഇല്ല, അതിന് കിട്ടുന്നതാണ് ഈ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. പക്ഷേ ബോണസ് എന്ന് പറയുന്നത് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടുന്ന ഇതിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ പോളിസികളുണ്ട്, അതായത് ബോണസ് കൊടുക്കുന്നത് നോ ക്ലെയിം ബോണസ് അല്ല. ഇപ്പം നോ ക്ലെയിം ബോണസ് എന്ന കോൺസെപ്റ്റേ മാറി വരുന്നു. ബോണസ് ഉള്ള പോളിസികൾ കൊടുക്കുന്ന കമ്പനിയുണ്ട്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ 25 ലക്ഷം രൂപയുടെ ഒരു കവറേജ് ആണ് എടുത്തേക്കുന്നത് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഈ വർഷം ഒരു ക്ലെയിം വന്നു എന്ന് വിചാരിക്കുക. ക്ലെയിം വരുമോ വരാതിരിക്കുമോ എന്തെങ്കിലും ആയിക്കോട്ടെ, ക്ലെയിം വന്നു എന്നോ വരാതിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ, വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് അടുത്ത വർഷം 100% ബോണസ് അവർ കൂട്ടിത്തരിക. അപ്പോൾ 25 ലക്ഷം രൂപയുടെ കവറേജ് എടുത്ത എനിക്ക് അടുത്ത വർഷം ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് അടുത്ത വർഷം എൻ്റെ കവറേജ് 50 ലക്ഷമായി. അതായത് 25 ലക്ഷം രൂപ എൻ്റെ ബേസിക് സമ്മർഷമായിട്ടും 25 ലക്ഷം രൂപ ബോണസായിട്ടും കമ്പനി തരുന്നുണ്ട്. അതിൻ്റെ അടുത്ത വർഷം വീണ്ടും 20. ഇപ്പോൾ 100% ഇൻറ്റു അൺലിമിറ്റഡ് ഇയേഴ്സ് എന്ന് വേണം പറയാം. അതായത് എല്ലാ വർഷവും എനിക്ക് 25 ലക്ഷം രൂപ വെച്ച് കൂട്ടി തരികയാണ്. ഞാൻ 25 ലക്ഷം രൂപയാണ് എടുത്തെങ്കിൽ, ഇപ്പോൾ 10 ആണെങ്കിൽ 10ൻ്റെ മൾട്ടിപ്പിൾസിൽ എല്ലാ വർഷവും എനിക്ക് 10 ലക്ഷം വെച്ച് കൂട്ടി തരും. അതിൻ്റെ ഒരു ഗുണം ബോണസുള്ള പോളിസികൾ എടുക്കണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞതെന്ന് വെച്ചാൽ നാളെ നമുക്കൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ അമ്മയുടെ കേസിന് എടുക്കാം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് 70 വയസ്സുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ നിലവിലുള്ള പോളിസി 10 ലക്ഷം രൂപയാണ്. കുറച്ചുകൂടെ പ്രായം കഴിയുമ്പോൾ എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള പേടിക്ക് നമുക്ക് കുറച്ചുകൂടെ കവറേജ് കൂട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ആ 10 ലക്ഷം 25 ലക്ഷത്തിലോട്ട് ഞാൻ കൂട്ടാൻ പോകുമ്പോൾ വളരെ വളരെ ഹൈ അല്ലെങ്കിൽ ഹ്യൂജ് പ്രീമിയമാണ് ഞാൻ അടയ്ക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ ബോണസുള്ള പോളിസി എടുത്താലുള്ള ഗുണം എല്ലാ വർഷവും ഈ പറയുന്ന ബേസിക് കവറേജ് ആഡ് ഓൺ ആയിട്ടിരിക്കും. അപ്പോൾ ആഡ് ഓൺ ആകുമ്പോൾ എന്താ ഗുണം? ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന ആൾ 5 വർഷം കൊണ്ട് 50 ലക്ഷം രൂപയുടെ കവറേജായി, ബോണസ് മാത്രം. പിന്നെ സമ്മർഷോടെ വേറെ ഉണ്ട്. അപ്പോൾ ബോണസുള്ള പോളിസികൾ സെലക്ട് ചെയ്ത് അൺലിമിറ്റഡ് ബോണസുള്ള പോളിസികൾ എടുക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം സെയിം പ്രീമിയം നമ്മൾ അടച്ചാൽ മതി, പക്ഷേ നമ്മുടെ കവറേജ് കൂട്ടി കിട്ടും. അങ്ങനെയുള്ള പോളിസികൾ ഇന്ന് ഇൻഡസ്ട്രിയിലുണ്ട്. അങ്ങനെയുള്ള പോളിസികൾ നിങ്ങൾ റിസർച്ച് ചെയ്ത് തന്നെ അങ്ങനെയുള്ള പോളിസികൾ എടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം.